എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റൈസാണ്. ഇതിന് വേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് 2 കപ്പ്, ഏകദേശം 400 ഗ്രാം വേവിച്ചെടുത്തത്. റൈസ് വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 2 ചെറിയ കറുവപ്പട്ട, 2 വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ പീസ് 1/2 കപ്പ്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത്. ഇനി നമുക്ക് തുടങ്ങാം. ഒരു കുഴിഞ്ഞ നോൺ സ്റ്റിക്കി പാത്രം ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, ഏലയ്ക്ക, കറുവപ്പട്ട ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ട് ചൂടാക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക് ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് വഴറ്റണം. അതിലേക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ടൊമാറ്റോ, 1 ടീസ്പൂൺ ഉപ്പ് ഇത് രണ്ടും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. പാത്രം അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റിയ ശേഷം വീണ്ടും ഇളക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ ഇതെല്ലാം കൂടി ഇട്ട് 1 മിനിറ്റ് മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം 15 മിനിറ്റ് കൂടെ ചോറ് അടച്ചു വെച്ച ശേഷം സെർവ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.